അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തും. 7ാം ക്ലാസ്സിലെ തജ്വീദിന്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദർസുൽ അവ്വൽ, പാഠം 1, ഖുർആൻ ക്രോഡീകരണ ചരിത്രം. ഖുർആന്റെ ക്രോഡീകരണത്തെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിശദമായിട്ട് പാഠം വായിക്കുമ്പോൾ പറയാം. മുകളിലെ ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രം കണ്ടോ? ലോക പ്രശസ്തമായ മദീനയിലെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു വർഷം ഏകദേശം 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാല് ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അഥവാ നമ്മുടെ നാടുകളിലൊക്കെ പേപ്പറുകളും മറ്റൊക്കെ പ്രിന്റ് ചെയ്യുമല്ലോ, അതുപോലെ ഇതേതാണ്? ഇത് ഖുർആനിന്റെ പ്രിന്റിംഗ് സെന്ററാണ്. മദീനയിലെ ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സാണ് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഒരു വർഷം ഏകദേശം 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പ്രിന്റ് ചെയ്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിതരണം ചെയ്യുന്നുണ്ട്. ബാക്കി വായിക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ അഥവാ അവതരിച്ച അതേ ഭാഷയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് ഇത്, ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. അന്ന് ഇറങ്ങിയ അതേ ഭാഷയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഏക ഗ്രന്ഥം ഏതാണ്? കിതാബ് ഏതാണ്? അത് നമ്മുടെ പരിശുദ്ധ ഖുർആനാണ്. അവതീർണ കാലം മുതൽ ഒരു മാറ്റവുമില്ലാതെ അതേപോലെ രേഖപ്പെടുത്തിയ മുസ്ഹഫുകൾ ഇന്ന് നാം കാണുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളിലും വലിപ്പത്തിലും ലഭ്യമാണ്. ഖുർആൻ അവതരിച്ച അതേ കാലം മുതൽ ഒരു മാറ്റവുമില്ലാതെ, ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ അതേപോലെ രേഖപ്പെടുത്തിയ മുസ്ഹഫുകൾ ഇന്ന് നാം കാണുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ, വ്യത്യസ്തമായ ഡിസൈനുകളിലൊക്കെ അതുപോലെ പല വലിപ്പത്തിൽ നാം ഖുർആൻ കാണാറുണ്ട്. ഇന്ന് അത് ലഭ്യമാണ്. മുസ്ഹഫുകൾക്ക് പുറമെ 100 കണക്കിന് ഡിജിറ്റൽ ആപ്പുകളുമുണ്ട്. ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലൊക്കെ നിരവധി ഖുർആൻ ആപ്പുകളുമുണ്ട്. എങ്ങനെയാണ് ഗ്രന്ഥരൂപത്തിലുള്ള ഈ മുസ്ഹഫുകൾ പ്രചാരത്തിൽ വന്നത് എന്നറിയാൻ നാം ഖുർആന്റെ ക്രോഡീകരണ ചരിത്രം പഠിക്കണം. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഖുർആന്റെ ക്രോഡീകരണ ചരിത്രമാണ്. എങ്ങനെയാണ് ഗ്രന്ഥരൂപത്തിലുള്ള ഈ മുസ്ഹഫുകൾ ഇത്രയേറെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചാരത്തിൽ വന്നത് എന്നറിയാൻ നാം എന്ത് ചെയ്യണം? ഖുർആന്റെ ക്രോഡീകരണ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് വായിക്കാം. ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു. അതെന്ത് ചെയ്യുന്നു? സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുന്നു. അവർ അത് കേട്ട് മനഃപ്പാടമാക്കുന്നു. എഴുത്തറിയാവുന്ന സ്വഹാബികളോട് അത് രേഖപ്പെടുത്തി വെക്കാൻ നിർദ്ദേശം നൽകുന്നു. അവർ എല്ലുകളിലും തോലുകളിലും കല്ലുകളിലും മറ്റും രേഖപ്പെടുത്തി വെക്കുന്നു. ഓക്കെ. ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അതെന്ത് ചെയ്യുന്നു? സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുന്നു. അവരത് കേട്ട് മനഃപ്പാടാക്കുന്നു, ഹിഫ്ളാക്കുന്നു. എഴുത്തറിയാവുന്ന സ്വഹാബികളോട് എന്ത് ചെയ്യുന്നു? അത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? എല്ലുകളില്, അന്നത്തെ കാലത്ത് അതൊക്കെയാണുള്ളത് എഴുതാൻ പറ്റിയത്. എല്ലുകളില്, തോലുകളില്, കല്ലുകളിലൊക്കെയാണ് അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. അന്നത്തെ പോലെ പേപ്പറുകളും മറ്റില്ലല്ലോ. 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ നടന്ന യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ നിരവധി സഹാബികൾ എന്ത് ചെയ്തു? രക്തസാക്ഷികളായി. യമാമ യുദ്ധത്തില് ഖുർആൻ ഹിഫ്ളാക്കിയ ഹാഫിലീങ്ങളായ സഹാബികൾ എന്ത് ചെയ്തു? ഒരുപാട് രക്തസാക്ഷികളായി, ഷഹീദായി. ഹാഫിദുകളെല്ലാം ഇങ്ങനെ മരണപ്പെട്ടാൽ വരും തലമുറകൾക്ക് കൈമാറാൻ ഖുർആൻ ശേഷിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയോട് പങ്കുവച്ചു. അഥവാ ഈ യുദ്ധത്തിൽ ധാരാളം ഹാഫിലീങ്ങൾ ഷഹീദായി പോയാല് അത് അടുത്ത തലമുറക്ക് കൈമാറാൻ വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ഹാഫിലീങ്ങളായ ആളുകളൊക്കെ മരണപ്പെട്ടു പോവല്ലേ. അപ്പോൾ ഇങ്ങനെ മരണപ്പെട്ടാൽ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല? ഖുർആൻ ബാക്കി ഉണ്ടാവുമോ എന്നൊരു ആശങ്ക ആർക്കുണ്ടായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഖലീഫയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു ആശങ്ക പങ്കുവച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ
അബൂബക്കർ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. അന്നത്തെ കാലത്ത് എഴുത്ത് രംഗത്തൊക്കെ ഉണ്ടായിരുന്നത് ആരാണ്? നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ഒരു സ്വഹാബിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സംഘത്തെ ക്രോഡീകരിക്കാനും അതുപോലെ പകർത്തി എഴുതാനൊക്കെ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അവസാനമായി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഓതി കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. ഇതിനാണ് ജമുൽ ഖുർആൻ എന്ന് പറയുന്നത്. ജമുൽ ഖുർആൻ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഓതി കേൾപ്പിച്ച ആ ക്രമം ഉണ്ടല്ലോ, ആ ഒരു ഓർഡറിൽ ആയത്തുകളും സൂറത്തുകളൊക്കെ എന്ത് ചെയ്തു? ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി, കംപ്ലീറ്റ് ആക്കി. ഇതിനെ പറയുന്ന പേരാണെന്ത്? ജമുൽ ഖുർആൻ അഥവാ ഖുർആന്റെ ക്രോഡീകരണം. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അതെന്ത് ചെയ്തു? തന്റെ കയ്യിൽ സൂക്ഷിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു കോപ്പി എന്ത് ചെയ്തു? ക്രോഡീകരിച്ചിട്ട് അത് അവരുടെ കയ്യിൽ സൂക്ഷിച്ചു, എടുത്തു വെച്ചു. അവരുടെ കാലശേഷം അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലായിരുന്നു. ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം എന്ത് ചെയ്തു? രണ്ടാം ഖലീഫയാകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് കൈമാറിയല്ലോ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് തന്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. രണ്ടാം ഖലീഫയാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മകളാകുന്ന ഹഫ്സ ബീവി അഥവാ ഒരു ഖുർആന്റെ കോപ്പി എന്ത് ചെയ്തു? സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഇതിനെന്ത് പറയുന്നു? മുസ്ഹഫുൽ ബഖരി എന്നാണ് പേര്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് മുസ്ഹഫുൽ ബഖരി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം മറ്റു അറബേതര രാജ്യങ്ങളിലേക്കും ഇസ്ലാം കൂടുതൽ വ്യാപിക്കുന്ന കാലമായിരുന്നു. മൂന്നാമത്തെ ഖലീഫ ഭരിക്കുന്ന കാലം ഏകദേശം ഇസ്ലാം എന്തായിരുന്നു? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് അറബ് എന്ന് പറഞ്ഞാല് അറബി രാജ്യങ്ങൾ, അതുപോലെ അറബേതര എന്ന് പറഞ്ഞാല് അറബി അല്ലാത്ത മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിലേക്കെല്ലാം ഇസ്ലാം കൂടുതലായിട്ട് പ്രചാരം നേടുന്ന സമയമായിരുന്നു, വ്യാപിക്കുന്ന കാലമായിരുന്നു, എല്ലായിടത്തും എത്തുന്ന സമയമായിരുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന സമയമായിരുന്നു. ഓരോ നാട്ടിലും പ്രബോധകരായി എത്തിയ സഹാബികളിൽ നിന്ന് ജനങ്ങൾ ഖുർആൻ കേട്ട് പഠിച്ചു തുടങ്ങി. അപ്പൊ ഈ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഓരോ സഹാബികൾ എന്ത് ചെയ്യും? ഓരോ നാടുകളിലേക്ക് പോകും. ആ നാടുകളിലെ ആളുകൾ എന്ത് ചെയ്യും? ഈ ഖുർആന് കേട്ട് പഠിച്ചു തുടങ്ങും. എന്നാൽ ചില പദങ്ങളുടെ പാരായണത്തിൽ എന്ത് ചെയ്തു? തർക്കങ്ങളുണ്ടായി. ചില പദങ്ങൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് വിഷയത്തിൽ എന്ത് ചെയ്തു? തർക്കങ്ങൾ വന്നു. ഇങ്ങനെയാണോ ഒക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്തു? തർക്കങ്ങൾക്ക് വഴിയൊരുക്കി. അത് ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ചില പദങ്ങളിലെ പാരായണത്തിൽ ഉണ്ടാകുന്ന ചില ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ എന്ത് ചെയ്തു? അത് ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അഥവാ ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരിഹാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. എന്താണ് അതിന് പരിഹാരം? എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ രൂപത്തിൽ പാരായണം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറണമല്ലോ. അതിനെന്ത് ചെയ്തു? അതിനൊരു ചർച്ച ചെയ്തു. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് സൂക്ഷിച്ച മുസ്ഹഫ് വരുത്തിച്ചു. മഹദി എടുത്തു വെച്ചിരുന്ന ഖുർആന്റെ കോപ്പി എന്ത് ചെയ്തു? ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വരുത്തിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയമിച്ച് ആ മുസ്ഹഫിൽ നിന്ന് 8 കോപ്പികൾ പകർത്തി എഴുതാൻ നിർദ്ദേശിച്ചു. അപ്പൊ അന്ന് ഹഫ്സ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പിയുടെ 8 കോപ്പി എന്ത് ചെയ്തു? പുതുതായിട്ട് പകർത്തി എഴുതി. പകർത്തി എഴുതിയത് അവർ തന്നെ 3 തവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. പകർത്തി എഴുതിയ കോപ്പി എന്ത് ചെയ്തു? ഈ ഒരു ഏൽപ്പിച്ച സംഘം ഉണ്ടല്ലോ, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിച്ചു. ശേഷം അന്ന് ജീവിച്ചിരിപ്പുള്ള 12,000-ൽ പരം സ്വഹാബികൾ എന്ത് ചെയ്തു? പരിശോധിച്ച് ഏകകണ്ഠമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്തു? സ്ഥിരീകരിച്ചു, ഉറപ്പുവരുത്തി. ഈ മുസ്ഹഫുകളിൽ നിന്ന് മാത്രം പഠിക്കാനും പകർത്തി എഴുതാനും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. ഇനി മുതൽ എന്ത് ചെയ്യണം? മറ്റു പഴയ കോപ്പികളൊന്നും ഉപയോഗിക്കാതെ ഈ 8 കോപ്പികളിൽ നിന്നുള്ള ഈ മുസ്ഹഫുകളിൽ നിന്ന് മാത്രം എന്ത് ചെയ്തു? പഠിക്കാനും പകർത്തി എഴുതാനും ഖലീഫ എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. പകർത്തി എഴുതപ്പെട്ട ഈ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പകർത്തി എഴുതിയ ഈ മുസ്ഹഫുകൾക്കാണ് എന്ത് പറയാം? മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ഇവ മക്ക, മദീന, കൂഫ, ബസ്ര, യമൻ, ബഹ്റൈൻ തുടങ്ങി
വിവിധ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തു. കൂടെ ഖുർആന്റെ അധ്യാപനത്തിന് പ്രത്യേകം സ്വഹാബികളെയും നിയോഗിച്ചു. ഈ കോപ്പികൾ എന്ത് ചെയ്തു? മക്ക, മദീന, കൂഫ, ബസറ, യമൻ, ബഹ്റൈൻ ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു? പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. കൂടെ എന്ത് ചെയ്തു? ഖുർആന്റെ അധ്യാപനത്തിന്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിനു വേണ്ട പ്രത്യേകമായ സ്വഹാബികൾ എന്ത് ചെയ്തു? നിയോഗിച്ചു. മുസ്ഹഫ് ഉസ്മാനിയുടെ മാതൃകയിൽ തയ്യാറാക്കപ്പെട്ടു. മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിച്ച മുസ്ഹഫുകളാണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ളത്. അപ്പൊ മുസ്ലിം ലോകം മുഴുവനായിട്ട് അംഗീകരിച്ച ഒരേ ഒരു ഖുർആനാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്, നിലവിലുള്ളത്. അപ്പൊ നമ്മൾ ഖുർആന്റെ ക്രോഡീകരണത്തിന്റെ ചരിത്രം പഠിച്ചു അല്ലേ? ഇന്ന് ഖുർആൻ പ്രിന്റ് ചെയ്യാം. ആ പ്രിന്റ് ചെയ്യുന്ന അതിന്റെ പ്രിന്റിംഗ് പ്രസ്സാണ് ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ആദ്യം കണ്ടത്. 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ ഉത്തരം എഴുതുക എന്നതാണ്. ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? ഈ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്, ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. ഓക്കെ. 2, ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് അഭിപ്രായം മുന്നോട്ട് വെച്ച സ്വഹാബി ആരാണ്? ഈ പാരഗ്രാഫ് പറയുന്നുണ്ട്, ഇവിടെ യമാമ യുദ്ധം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഹാഫിദുകളൊക്കെ മരണപ്പെട്ടു പോയാൽ ഖുർആൻ ശേഷിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഓക്കെ. ചോദ്യം 3, ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? 1-ാം ഖലീഫയാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അവസാനമായി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഓതി കളിപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. ഇതിനാണ് ജമുൽ ഖുർആൻ എന്ന് പറയുന്നത്. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് തന്റെ കയ്യിൽ സൂക്ഷിച്ചു. ഓക്കെ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തിലാണ് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരണം നടക്കുന്നത്. ചോദ്യം 5, മുസ്ഹഫ് ഉസ്മാനി എന്ന പേര് പറയുന്നത് ഏതിനാണ്? പകർത്തി എഴുതിയത് അവർ തന്നെ 3 തവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്തു കേൾപ്പിച്ചു. ഇവിടെ പറയുന്നുണ്ട്, ശേഷം അന്ന് ജീവിച്ചിരിപ്പുള്ള 12,000-ൽ പരം സ്വഹാബികൾ പരിശോധിച്ച് ഏകകണ്ഠമായി സ്ഥിരീകരിച്ചു, ഈ മുസ്ഹഫുകൾ ഇന്ന് മാത്രം പഠിക്കാനും പകർത്തി എഴുതാനും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. പകർത്തി എഴുതപ്പെട്ട ഈ മുസ്ഹഫുകൾക്കാണ് എന്ത് പറയുന്നത്? മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ഓക്കെ. എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.